ബിഗ് ബോസ് മലയാളം സീസൺ 4 ഇന്നലത്തെ എപ്പിസോഡിലാണ് നമ്മൾ പ്രേക്ഷകരുടെ ഇടയിലെല്ലാം ഒരു സംസാര വിഷയമായിരുന്ന ദിൽഷയുടെയും റോബിൻ്റെയും ഒരു ലവ് ട്രാക്കിന് അന്ത്യം കുറിക്കും വിധത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിരിക്കുന്നത്. റോബിൻ ദിൽഷയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും എന്നാൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ തനിക്ക് അതിനോട് താല്പര്യമില്ലെന്നും അറിയിച്ചിരിക്കുകയാണ്. അതായത് ദിൽഷയും റോബിനും തമ്മിലുള്ള സംസാരത്തിനിടയിലായിരുന്നു തനിക്ക് ജെന്യുവിനായ ഒരു ഇഷ്ടം ദിൽഷയോട് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ലവ് എന്ന തരത്തിലേക്ക് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും ചിത്രീകരിക്കുന്നുണ്ടോ എന്ന് റോബിന് സംശയമുണ്ടെന്നും അറിയിക്കുന്നു. അവസാന ആഴ്ചയിൽ ലാലേട്ടൻ വന്നപ്പോൾ ദിൽഷയോട് റോബിനും ബ്ലെസ്ലിയുമാണ് നോമിനേഷനിൽ നിൽക്കുന്നത് എങ്കിൽ ആരെ സേവ് ചെയ്യും എന്ന് ചോദിച്ചത് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ഇങ്ങനെയൊരു ഇമേജ് പോകുന്നത് കൊണ്ടാകാനാണ് ചാൻസ് എന്നും റോബിന് സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ദിൽഷയോട് പറയുന്നുമുണ്ട്, നീ ബ്ലെസ്ലിയോടും ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ലവ് ട്രാക്ക് ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നും അറിയിക്കുന്നു. എന്നാൽ പ്രേക്ഷകരായ നമ്മൾക്കറിയാം, ദിൽഷ റോബിനോടാണെങ്കിലും ബ്ലെസ്ലിയോടാണെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. റോബിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ആയിരിക്കുമെന്നും എന്നാൽ ബ്ലെസ്ലിയുടെ അടുത്ത് അങ്ങനെ പോലും ഒരു ഉറപ്പിൽ പറഞ്ഞിട്ടില്ല. റോബിൻ പറഞ്ഞതുപോലെ ആലോചിക്കാം എന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ ദിൽഷയുടെ സ്റ്റാൻഡ് എന്നത് തനിക്ക് ഫ്രണ്ട്സ് എന്നതിലപ്പുറം മറ്റൊരു ഇഷ്ടം റോബിനോട് ഇല്ല എന്നത് തന്നെയാണ്. ഇതിൽ മാറ്റം ഉണ്ടാകുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. എന്നാൽ ഓഷ്യാനിക് മീഡിയയുടെ ഒരു കാഴ്ചപ്പാടിൽ ദിൽഷ ഒരു ജെന്യുവിനായ കണ്ടസ്റ്റന്റ് തന്നെയാണ്, അങ്ങനെയാണ് കളിക്കുന്നതും. എന്നാൽ ദിൽഷയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മാടമ്പള്ളിയിലെ ഒരു മനോരോഗി ഉണ്ടോ എന്നതാണ് കാരണം. ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലും പുറത്തും റോബിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ബ്ലെസ്ലി പ്രപ്പോസ് ചെയ്ത കാര്യമാണെങ്കിലും സംസാര വിഷയം ആണെന്ന് ദിൽഷയെ പോലെ നല്ലൊരു ഒബ്സർവേഷൻ ഉള്ള കണ്ടസ്റ്റന്റിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ലവ് അഫെയറിൽ ചെന്ന് ചാടുകയും വേണ്ട, ഫ്രണ്ട്സ് എന്ന പേരിൽ ഒന്ന് കണ്ണടച്ച് നിന്നാൽ ഇങ്ങനെയൊരു ലവ് ട്രാക്ക് സംസാര വിഷയമായി നിൽക്കുകയും തനിക്ക് അതിൻ്റെ കൂടെ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളിയും ആകും എന്നൊരു കാൽക്കുലേഷനിൽ നല്ല ഒന്നാം തരം ഗെയിം ദിൽഷ കളിക്കുന്നത് ആണോ എന്നത് വ്യക്തമാകാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും.